നയപ്രഖ്യാപനത്തിലും ആരോപണങ്ങൾ ആവർത്തിച്ച് PV അൻവർ MLA. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും എവിടെ CPI എന്ന് അൻവർ ചോദിച്ചു. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് സൂചനയുമുണ്ടായി. എന്നാൽ DGP നൽകിയ റിപ്പോർട്ട് മറിച്ചായി. റിപ്പോർട്ട് പ്രകാരം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നും അൻവർ ആവർത്തിച്ചു. നയപ്രഖ്യാപനത്തിനും വിശദീകരണ യോഗത്തിനുമായി മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് പരാമർശമുണ്ടായത്. മുഖ്യമന്ത്രി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും 3.5 കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു 30 ദിവസം കഴിയട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. 30ാമത്തെ ദിവസം തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ്. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? ADGP അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും, അല്ലേ? വിവരങ്ങളുമായി ശിവദാസ് കന്മനുണ്ട്. ശിവദാസ്, എന്തായാലും ഈ അൻവർ ഇപ്പോഴും ഈ അജിത് കുമാറിന്റെ സസ്പെൻഷൻ എന്നുള്ള ആവശ്യം ആവർത്തിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ സസ്പെൻഷൻ ഒന്നുമല്ല, ഒരുപക്ഷെ ശിക്ഷാ നടപടി എന്ന് പോലും ഇതിനെ കരുതാമോ എന്നറിയില്ല. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പോലീസ് ബറ്റാലിയൻ ADGP ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ഉത്തരവ് പുറത്തു വന്നിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ. എന്തായാലും അൻവർ ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ പറഞ്ഞത്? ലക്ഷ്മി, PV അൻവറിന്റെ പ്രധാന ആവശ്യം ADGPയെ സസ്പെൻഡ് ചെയ്യണം എന്നതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് ADGPയെ ഡിസ്മിസ് ചെയ്യണം എന്നതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ADGPയെ സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ആവശ്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടി ഈ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഈ ഇടത് സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയതാണ്. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അജിത് കുമാർ തന്റെ സ്വന്തം ആളാണ് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെല്ലാം തന്നെ. ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു അനുകൂല നടപടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് PV അൻവർ പറഞ്ഞത്. പക്ഷേ ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് DGP ചില അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രിയുടെയും അവരുടെ ഓഫീസിന്റെയും പ്രതീക്ഷകൾക്ക് അപ്പുറം ആയിരിക്കും എന്നാണ് തന്റെ പ്രതീക്ഷ. കാരണം ഈ റിപ്പോർട്ട് താൻ ഉന്നയിച്ച ആരോപണം കൃത്യമായ തെളിവിന്റെയും അതോടൊപ്പം തന്നെ ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ DGP ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നടപടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അല്പസമയം മുൻപ് PV അൻവർ നയപ്രഖ്യാപന യോഗത്തിൽ അടക്കം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്, മറ്റൊരു ചുമതലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് എന്നത് വ്യക്തമല്ല. കാരണം അത് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ സ്ഥാനത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് ഡിസ്മിസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളോ അല്ല, ഒരു ചുമതലയിൽ നിന്നും മറ്റൊരു ചുമതലയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇത് അല്ല PV അൻവർ നിലവിൽ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് താൻ ADGPക്കെതിരെ കൃത്യമായ ഡോക്യുമെന്റുകൾ സഹിതം ആണ് പരാതികൾ നൽകിയത്. അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളും അഴിമതിയും അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ താൻ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. മൊഴി നൽകുമ്പോൾ അടക്കം ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ബോധിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികളാകും ഉണ്ടാവുക എന്നാണ് തുടർച്ചയായി അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ പൊതു പരിപാടികളിലും എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അല്പസമയം മുൻപ് ഇപ്പോൾ ADGPക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. അത് ഒരു ശിക്ഷാ നടപടിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ ഒരു വിവരം ഇല്ല. കാരണം ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും PV അൻവർ ഇന്നും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ PV അൻവർ പുതിയ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ നയപ്രഖ്യാപനമാണ് ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ നടന്നത്. ലക്ഷ്മി, ശിവദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.